അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ വീഡിയോ അല്പം വൈകിയോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഈ വീഡിയോ വൈകിട്ടാണെങ്കിലും ഞാന് അന്ന് അവിടേക്ക് ചെന്ന സമയത്ത് മനസ്സിൽ ഉറപ്പിച്ച ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ അന്ന് തന്നെ വിചാരിച്ചതാണ് എത്ര വൈകിട്ടാണെങ്കിലും ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുമെന്ന് വിചാരിച്ചിട്ടിരുന്ന ഒരു വീഡിയോ ആണിത്. ഡിസംബർ 28-ാം തീയതി ഒരു സംഭവം നടന്നു കർണാടകയിൽ വെച്ച്. എന്താണെന്ന് വെച്ചാല് സമസ്തയുടെ കീഴിൽ ശതാബ്ദി സന്ദേശയാത്രയുടെ അവസാന ഭാഗം അത് സമാരോപം നടത്തിയത് നമ്മുടെ അഡ്യാർ കണറിൽ വെച്ചിട്ടായിരുന്നു. അത് മുഴുവനായിട്ടും ആൾക്കാർക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു വിഷയമാണ്. അവിടെ രോമാഞ്ചം ഉണ്ടാക്കുന്ന നമ്മുടെ രോമമൊക്കെ എണീച്ച് നിൽക്കുന്ന ചില സമയങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഞാൻ അവിടേക്ക് പോയത് കൊണ്ടാണ്, അനുഭവം കൊണ്ടാണ് ഞാൻ ഈ പറയുന്നുള്ളത് കേട്ടോ. ഓക്കെ. സമസ്തയുടെ അണ്ടറിൽ 100-ാം വാർഷികത്തിനെ സംബന്ധിച്ച് ഈ ഒരു ശതാബ്ദി സന്ദേശ യാത്ര തുടർന്ന് അങ്ങ് വന്ന് അവസാനിച്ചത് നമ്മുടെ അഡ്യാർ കണ്ണൂരിലാണ്. അവിടെ ആദ്യം ജിഫ്രി മുത്തുക്കോയ തങ്ങളവരുകളെ നമ്മൾ വെയിറ്റ് ചെയ്തത് നമ്മൾ ബീച്ച് റോഡിൽ വെച്ചായിരുന്നു. എല്ലാവരും അല്ല കേട്ടോ. നമ്മൾ ഒരു 2 പേരുണ്ടായിരുന്നു. ബൈക്കിലാണ് വന്നത്. അവിടെ നിന്ന് നമ്മൾ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തങ്ങളുടെ കൂടെ തന്നെ ബാക്കിൽ നമുക്ക് പോവാമെന്ന് കരുതിയിട്ടാണ്. അങ്ങനെ ഒരു 2 മണിക്കൂർ, 2.5 മണിക്കൂറോളം നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. തങ്ങളവരെ വെയിറ്റ് ചെയ്തിട്ട് അവസാനം മിത്തബൈൽ മഗ്‌രിബ് ബാങ്കാകുന്ന സമയത്ത് മിത്തബൈലിൽ പോയി അവിടെ നിസ്കരിച്ചതിന് ശേഷം വീണ്ടും റോഡ് സൈഡിലേക്ക് വന്ന് അവിടെ നമ്മൾ വെയിറ്റ് ചെയ്തു. വീഡിയോ മുഴുവനായിട്ടും കാണാൻ കേട്ടോ. അവസാനമായിട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ അവസാനം നമ്മുടെ ജിഫ്രി മുത്തുക്കോയ തങ്ങളവരുകൾ അവിടേക്ക് വന്നു. അങ്ങനെ ആ കാറിൽ ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ബാക്കിലൂടെ പിന്നീട് കാറിൻ്റെ ബാക്കിലൂടെ ഇങ്ങനെ പോയി. അവസാനം തുമ്പയിലേക്ക് എത്തുമ്പോൾ അവിടെ പള്ളിയിലേക്ക് പോയി. അവിടുന്ന് വീണ്ടും തങ്ങൾ വാഷ്റൂമിലേക്ക് എന്തോ പോകാൻ വേണ്ടിയിട്ടായിരുന്നു അവിടേക്ക് പോയത്. ഇരിക്കട്ടെ. അവിടുന്ന് അവസാനം നമ്മുടെ അഡ്യാർ കണ്ണൂരിലേക്ക് വന്നു. അഡ്യാർ കണ്ണൂരിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അവിടേക്ക് ചെന്നെത്തി. കാരണം തങ്ങളെ ഒന്ന് എങ്ങനെയാണ് സ്വീകരിക്കുന്നത് അതൊക്കെ കാണാനും പിന്നെ അതേപോലെ ചില ക്ലിപ്പൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് വന്നത്. ഇൻഷാ അല്ലാഹ്. ഏതായിട്ടും അവിടേക്ക് എത്തിയതിന് ശേഷം കണ്ട ഒരു കാഴ്ച ഉണ്ട് കേട്ടോ. സി എന്നെ അത്ഭുതപ്പെടുത്തി പോയി. എൻ്റെ മൈൻഡ് എന്നെ സ്ട്രൈക്കായി പോയ ഒരു കാര്യമായിരുന്നു അത്. അവിടേക്ക് ചെന്നെത്തിയതിന് ശേഷം നമ്മളിങ്ങനെ നിന്നുകൊണ്ടിരിക്കുകയാണ്. നിൽക്കാൻ പോലും സ്ഥലമില്ല കേട്ടോ. അത്രയും തിരക്കുണ്ടായിരുന്നു അവിടെ. തങ്ങളെ വെയിറ്റ് കൊണ്ട്. റോഡ് സൈഡിൽ മൊത്തം SKSBയുടെ കുട്ടികളും അതേപോലെ വിക്കായയുടെ ആൾക്കാരെ പറയാതിരിക്കാൻ വയ്യ കേട്ടോ. എല്ലാ സ്ഥലത്തും അതിന് വേണ്ടതായ സൗകര്യങ്ങളും എല്ലാ സ്ഥലത്തും അലേർട്ടായിട്ടുണ്ടായിരുന്ന ആൾക്കാരാണ് ഈ വിക്കായയുടെ ആൾക്കാർ. നമ്മൾ വരുന്ന സമയത്ത് ബിഷ് റോഡും അതേപോലെ മാർനബയിൽ എന്ന് പറയുന്ന സ്ഥലത്തും അവിടെ ഇവിടെ വിക്കായയുടെ ആൾക്കാർ 2-3 ആൾക്കാർ നിന്ന് അലേർട്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ സമ്മേളന നഗറിൽ വെച്ചിട്ടും കുറേ ആൾക്കാർ വിക്കായയുടെ ആൾക്കാർ അവരുടെ ഡ്യൂട്ടി അല്ലെങ്കിൽ അവർ അതിനൊരുക്കി ക്രമബദ്ധമായിട്ട് അതിനെ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ വിഷയങ്ങളും അവർ തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ്. ഹാറ്റ്സ് ഓഫ് അവരത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഇവർ ഇതിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഇരിക്കട്ടെ. അങ്ങനെ അവസാനമായിട്ട് അള്ളാഹു അവർക്ക് ഖൈറ് പ്രദാനം ചെയ്യട്ടെ, അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ഓക്കെ. അങ്ങനെ ജിഫ്രി മുത്തുക്കോയ തങ്ങളവരുകൾ അവർ കാറിൽ വരുന്ന ആ ഒരു രംഗമുണ്ട്. അവിടേക്ക് എത്തി. ആ കാറിൻ്റെ മുമ്പിലാണെങ്കിൽ എഴുതിയിട്ടുണ്ട് ക്യാപ്റ്റൻ എന്ന്. അത് കാണുമ്പോൾ തന്നെ അത് നിങ്ങൾക്ക് അനുഭവിച്ച ആൾക്കാർക്ക് ഇപ്പോൾ കമൻറ്റ് ബോക്സ് നോക്കിയാൽ മനസ്സിലാവും. അങ്ങനെ അവിടേക്ക് എത്തി. തങ്ങളവരുകൾ അവിടേക്ക് എത്തുന്ന സമയത്ത് എല്ലാ ആൾക്കാരും മൊത്തമായിട്ടും ആ കാറിൻ്റെ അവർ അടുത്തേക്ക് വരികയും എല്ലാവരും തങ്ങളെ ഏറ്റെടുക്കുകയും സ്വീകരിക്കുകയും ആ ഒരു നിമിഷമുണ്ട്. ആ സമയത്തൊക്കെ ഉണ്ടല്ലോ രോമാഞ്ചം കൊണ്ട് കൈയുടെ രോമമൊക്കെ എണീച്ച് നിന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ. അതൊക്കെ കഴിഞ്ഞു. അവരുകൾ സ്റ്റേജിലേക്ക് പോയി കയറുകയാണ്. സ്റ്റേജിലേക്ക് പോയി അവിടെ ഇരുന്ന് കുറച്ച് സമയമൊക്കെ കഴിഞ്ഞതിന് ശേഷം അങ്ങ് വഅദ് അല്ലെങ്കിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ക്ഷണിക്കാൻ വേണ്ടിയിട്ട് പോഡിയമിലേക്ക് വന്നു. അല്പസമയം അഖീദയുമായി സംബന്ധിച്ച് പല കാര്യങ്ങളും സംസാരിക്കുകയും അതിനുശേഷം ആദ്യമായിട്ട് തങ്ങളവരുകൾ സംസാരിച്ച ചില വാക്കുകളുണ്ട്. അത് കുമ്പോൽ തങ്ങളവരുകളെ കുറിച്ചിട്ടായിരുന്നു. അവിടേക്ക് ആ ഒരു സദസ്സിലേക്ക് എന്ന് വെച്ചാൽ ആ ഒരു മജ്‌ലിസിലേക്ക് അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കുമ്പോൽ തങ്ങളവരുകൾ. നമ്മൾ ബാക്ക് ആയതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടില്ലായിരുന്നു. പിന്നീട് വാട്സപ്പിലും അതേപോലെ ഫോട്ടോസൊക്കെ കാണുന്ന സമയത്താണ് ഇത്രയും വേണ്ടിയിട്ടുണ്ട് എന്ന് മനസ്സിലായത്. പിന്നീട് ജിഫ്രി മുത്തുക്കോയ തങ്ങളവരുകൾ തന്നെ വയലിൻ്റെ അകത്ത് അല്ലെങ്കിൽ സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്.
ഇതിനേക്കാൾ ഉപരിയായിട്ട് എന്താണ് വേണ്ടതെന്ന് എനിക്ക് തോന്നിപ്പോയി. ഞാൻ നിങ്ങൾക്ക് ആ ഒരു ക്ലിപ്പ് നിങ്ങൾക്ക് ജസ്റ്റ് കേൾപ്പിച്ച് തരാം. അതൊന്ന് കണ്ടു നോക്കിയേ. എന്നെ ഇഷ്ടപ്പെടുത്തിയതും സന്തോഷിപ്പിച്ചതുമായ ഒരു സംഗതി ബഹുമാനപ്പെട്ട കുമ്പോൽ കുഞ്ഞിക്കോയ തങ്ങളവറുകളുടെ പ്രത്യേക ഒരു സാന്നിധ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ട ഒരു സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്നതിൻ്റെ പ്രകടനമാണ് ഇവിടെ നമ്മൾ കാണപ്പെടുന്നത്. കന്യാകുമാരിയിൽ നിന്ന് തുടങ്ങിയ യാത്ര ഒരു യാത്രയാണ്. അപ്പം ആ യാത്രനെ സംബന്ധിച്ച് നമുക്ക് ചില പേടികളൊക്കെ ഉണ്ടാവും. കാരണം എന്തെങ്കിലും മറ്റ് ബുദ്ധിമുട്ടുകളൊക്കെ സംഭവിക്കാമോ എന്നൊക്കെ. അപ്പോൾ നമ്മൾ സുന്നികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മഹാന്മാരാവുന്ന മശായിഖന്മാർ, ഉസ്താദന്മാർ, സാദത്തുകളൊക്കെ അവരൊക്കെ സിയാറത്ത് ചെയ്തു. അതോടൊപ്പം ഹയാത്തിലുള്ള മഹാന്മാരാവുന്ന സദാത്തുക്കളോടും മറ്റ് പണ്ഡിതന്മാരോടൊക്കെ നമ്മൾ യാത്രയെ സംബന്ധിച്ച് പറയുകയും അതിൽ ഏറ്റവും അധികം എന്നെ ഇഷ്ടപ്പെടുത്തിയതും സന്തോഷിപ്പിച്ചതുമായ ഒരു സംഗതി ബഹുമാനപ്പെട്ട കുമ്പോൽ കുഞ്ഞിക്കോയ തങ്ങളവറുകളുടെ പ്രത്യേക ഒരു സാന്നിധ്യമാണ്. ഞാൻ പറഞ്ഞു, ഞങ്ങൾ സമ്മേളനത്തിന് വേണ്ടി നിശ്ചയിച്ച സ്ഥലത്ത് നിങ്ങൾ പോകണം, നിങ്ങളവിടെ പോയി ദുആ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. മൂപ്പരോട് നേരിട്ട് പറഞ്ഞതല്ല, ഞാൻ വേറൊരാളോട് ഏൽപ്പിച്ചതാണ് അങ്ങനെ പോയി പറയാൻ വേണ്ടി. പിന്നെ മറ്റൊന്നും കൂടി പറഞ്ഞു, അവിടെ ഒരു കൊടി കാൽനാട്ടൽ കർമ്മം ഉണ്ടായിരുന്നു, അത് ബഹുമാനപ്പെട്ട തങ്ങളെ നിങ്ങൾ വന്ന് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷെ നിങ്ങൾക്കറിയാലോ, തങ്ങൾക്കൊരു സ്വഭാവമുണ്ട്, തങ്ങൾ ആളുകളെ മുന്നിലൊന്നും അങ്ങനെ പ്രത്യക്ഷപ്പെടില്ല. ഇപ്പോൾ വന്നിട്ട് അവിടെ വണ്ടിയിലിരുന്നു, 5 അരി തങ്ങളും കൊണ്ട് പറഞ്ഞയച്ചു. മൂപ്പര് പറഞ്ഞു, എനിക്കാണ്ട് വരാൻ കഴിയൂല, കാലിന് വേദനയൊക്കെ ഉണ്ട് എന്നാണ്. അങ്ങനെ ഞാൻ വരുമ്പോൾ എന്നെ വിളിപ്പിച്ചു. ഞാൻ ആ വണ്ടിയിലിൻ്റെ പുറത്തുനിന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ ഉള്ളിൽ കയറണം എന്ന് പറഞ്ഞു. ഞാൻ ഉള്ളിൽ കയറിയിരുന്നു. എൻ്റെ കാലിന് വേദന ഉണ്ട്, ഇവിടെ ഒന്ന് തടകണം എന്ന് പറഞ്ഞു. ഞാൻ മൂപ്പര് കാൽമേലൊന്ന് ഇങ്ങനെ ഒന്ന് തടകി കൊടുത്തു. അങ്ങനെ എന്നോട് പറഞ്ഞു, നിങ്ങൾ പോയിക്കോളി എന്ന് പറഞ്ഞു. അപ്പോൾ ഇഫ്തിഖാർ യൂട്ടി ഖാദർ സാഹിബിൻ്റെ അഞ്ചൻ ഇഫ്തിഖാർ ചെയ്ത സംഭാവന സംബന്ധിച്ചു എന്നോട് ഉണർത്തി. ഞാൻ ഇഫ്തിഖാർ 10 ലക്ഷം രൂപ ഈ യാത്രയിലേക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ നിലക്ക് ബഹുമാനപ്പെട്ടവർ അവിടെ അന്ന് രാവിലെ വന്നു, അല്ല എന്ന് തോന്നുന്നു, അവിടെ വന്ന് അവിടുന്ന് പ്രത്യേകം നമ്മൾ സമ്മേളനം നടക്കാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് വെച്ചുകൊണ്ട് ദ്വാരക്ക്, പിന്നെ ക്യാമ്പിന് വേണ്ടി തയ്യാർ ചെയ്യപ്പെട്ട സ്ഥലവും മറ്റ് നമ്മുടെ അതിനോട് ബന്ധപ്പെട്ട സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ചു. പിറ്റേന്ന് രാവിലെ ഞാൻ അന്ന് ഇവിടെ കാഞ്ഞങ്ങാടുണ്ടായിരുന്നു. എന്നോട് പറഞ്ഞു, നിങ്ങൾ രാവിലെ വീട്ടിൽ വരണം, നിർബന്ധമായി വരണം എന്ന് പറഞ്ഞു. വന്നു. അവിടുന്ന് വീട്ടിൽ നിന്ന് ഒരു രാജോചിതമായ ഒരു സ്വീകരണം എനിക്ക് നൽകി. രാവിലെ നാസ്ത ആക്കാൻ വരണം എന്ന് പറഞ്ഞു. നല്ലൊരു നാസ്തി തന്നു. അപ്പം ഞാൻ തങ്ങളോട് പറഞ്ഞു, അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങുന്നുണ്ട്, അതൊക്കെ വലിയ സംഭവമായിക്കോളും, നിങ്ങൾ തുടങ്ങിക്കോളിന്ന്. അപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആശയാദർശങ്ങൾ അത് സംരക്ഷിക്കപ്പെടുക എന്നുള്ളത് തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ്. അപ്പം അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട തങ്ങൾ മൂപ്പരിങ്ങനെ സദസ്സുകളിലൊക്കെ വന്നാൽ തന്നെ നമ്മളറിയില്ല, എവിടെയെങ്കിലുമൊക്കെ വന്നെന്ന് പോവലാണ്. അവരുടെ സാന്നിധ്യം അറിയിക്കും. ഇന്നിവിടെ വന്നു, ഇത് കണ്ട് സന്തോഷിച്ചു, ഭയങ്കര സന്തോഷം രേഖപ്പെടുത്തി. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ഇരുന്നാൽ പറ്റില്ല, അല്ല നമ്മളുടെ കുഞ്ഞിൽ സമ്മേളനത്തിന് നിങ്ങൾ വരണം, സ്റ്റേജിൽ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ഉണ്ടാവില്ലെന്ന് എനിക്കറിയില്ല, മൂപ്പരങ്ങനെ വരില്ല എന്നുള്ളത്. ഏതായാലും അന്ന് ഞാൻ അവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്, കുഞ്ഞിൽ സമ്മേളനത്തിൽ ഞാൻ അവിടെ ഉണ്ടാവും. അപ്പോൾ ഇവര് ബഹുമാനപ്പെട്ട അവരണിയിച്ചതാണ് ഈ ഷർട്ട്. ഈ
തരീകെട്ടും അവരഞ്ചൻ അനിതങ്ങളും ഒരു തരീകെട്ട് എനിക്ക് അണിയിച്ചിരുന്നു. അപ്പം ഞാൻ ഇവരെ ആരോ എന്നോട് പറഞ്ഞു, ഇത് എടുത്തേച്ച് മറ്റേ തരീകെട്ട് വെച്ച് പ്രസംഗിച്ചാൽ പോരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഇത് പറ്റൂല. പ്രസംഗം കഴിയണ വരെ ബഹുമാനപ്പെട്ട തങ്ങൾ തരിയിൽ വെച്ച് 35 കൊണ്ട് വെപ്പിച്ച ഈ തരീകെട്ടും അവർ ധരിപ്പിച്ചു തന്ന ഈ കുപ്പായൊക്കെ എൻ്റെ ശരീരത്തിലുണ്ടാവട്ടെ. അപ്പോൾ ഏതായാലും മഹാന്മാരാകുന്ന എല്ലാ സാദാത്തുക്കളുടെയും കേരളത്തിലും കർണാടകയിലൊക്കെ ഉള്ള എല്ലാ തങ്ങന്മാരുടെയും പിന്തുണ, അവർക്കുള്ളതായ പ്രോത്സാഹനം, അവർക്കുള്ള ദുആയൊക്കെ നമ്മളൊപ്പം ഉണ്ട് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. മരണപ്പെട്ടു പോയ മഹാന്മാരാകുന്ന നമ്മളെ മശായിഖന്മാരും നമ്മളെ അജിതാദിൻ്റെയൊക്കെ അവരുടെ പ്രത്യേകമാവുന്ന ഒരു മദത് അതും നമുക്കുണ്ട്. അതുകൊണ്ടാണ് ഈ സംഗതികളൊക്കെ നമുക്ക് വിജയിപ്പിച്ചെടുക്കാൻ സാധിച്ചത്. ഓക്കെ, കേട്ടല്ലോ. ഇനി കുമ്പോൾ തങ്ങളെ കുറിച്ചിട്ട് നമ്മൾ സിംസാറിലൊക്കെ ഉദ്യോഗസ്ഥ പറഞ്ഞു വെക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കേൾപ്പിക്കുകയാണ്. ഒന്ന് കേട്ട് നോക്കിയേ ജസ്റ്റ്. കുമ്പോൾ കുഞ്ഞിക്കോയ തങ്ങൾ അവറുകളെ കാണുകയുണ്ടായി ഇന്ന് വൈകിട്ട്. അള്ളാഹുർക്ക് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. അള്ളാഹുരുടെ ജീവിതത്തിൽ ബറക്കത്ത് നൽകട്ടെ. അള്ളാഹുർക്ക് പരിപൂർണ ആരോഗ്യവും ദീർഘായുസ്സും അള്ളാഹു ഈ ഉമ്മത്തിന് വേണ്ടി അള്ളാഹുർക്ക് നൽകട്ടെ എന്ന് ദുആയിരക്കാണ്. തങ്ങളുമായി കുറേ കാര്യങ്ങൾ സംസാരിക്കും. തങ്ങളുടെ ഒരു പ്രത്യേകത വേറെ ഒരു പണ്ഡിതനെയോ ഒരു സയ്യിദിനെയോ കാണുന്ന പോലെയല്ല കുഞ്ഞിക്കോയ തങ്ങള്. അള്ളാഹുർക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ വർഷിച്ചു കൊടുക്കട്ടെ. എപ്പോഴും വലിയൊരു മഹാനാണ്. ലോകത്തെ മുസ്ലിം ഉമ്മത്ത്, ലോക മനുഷ്യർ, നമ്മുടെ നാട്, നമ്മുടെ രാജ്യം, ഭരണകൂടങ്ങൾ, നമ്മുടെ മഹല്ലുകൾ, മുസ്ലിം ഉമ്മത്തിന്റെ അവസ്ഥകൾ, ഇതൊക്കെ തങ്ങൾ ചർച്ച ചെയ്യും. ഇന്ന് ഇതൊന്ന് അരമണിക്കൂർ സമയം തങ്ങളുടെ കൂടെ ഇരുന്ന് സംസാരിച്ചപ്പോഴേക്കും ട്രംപ് മുതൽ നമ്മുടെ നാടിലെ മഹല്ലുകൾ നടക്കുന്ന പ്രശ്നങ്ങൾ വരെ, നമ്മുടെ വീടുകളിൽ നടക്കുന്ന വിഷയങ്ങൾ വരെ, ഗൾഫ് രാജ്യങ്ങളിൽ സൗദിയിൽ നടക്കാൻ പോകുന്ന ഫുട്ബോൾ മാമാങ്കം വരെ മഹാനവറുകളുടെ ചർച്ചയിൽ വന്നു. ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. ഇങ്ങനെ ഒരു ഉമ്മത്തിന് വേണ്ടി ചിന്തിക്കുന്ന ഒരു മഹാൻ. സമൂഹം എന്താണ് ഇങ്ങനെ? എന്തേ മുസ്ലിം ഉമ്മത്ത് ഇങ്ങനെ ആയിപ്പോയത്? എന്തേ പണ്ഡിതന്മാരൊന്നും പറയാത്തത്? തങ്ങളുടെ വേദന ഇങ്ങനെ ആ മുഖത്ത് വായിച്ചെടുക്കാൻ കഴിയും. അത് ചൂടോടെ, ഇന്നിപ്പോ ഏതാനും മണിക്കൂറിലായിട്ടുള്ള ഒരു 5 മണിക്ക് തങ്ങളുടെ അടുത്താണ് ഇന്ന് വൈകിട്ട്. മഹാനവറുകൾ പറയായിരുന്നു, നമ്മുടെ പണ്ഡിതന്മാരിങ്ങനെ ഒച്ച വെച്ച് പറഞ്ഞിട്ട് കാര്യമില്ല, മഹല്ലുകൾ തീരുമാനമെടുക്കണം. നമ്മുടെ വിവാഹങ്ങളൊക്കെ എത്രയെത്ര അനാചാരങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പുതിയാപ്പിളയും പുതിയണ്ണും സ്റ്റേജിൽ കിടന്ന് ചാടിക്കളിക്കാണ്, അമ്മായും എമോഷനും കൂട്ടത്തിൽ ചാടുകയാണ്. ഇങ്ങനെ ആണും പെണ്ണും കൂടിക്കലർന്ന് ഇതൊക്കെ ആലിമീങ്ങളൊക്കെ ജീവിച്ചിരിക്കുന്ന ഈ നാട്ടിലും നമ്മുടെ രാജ്യത്തും എന്തേ നമ്മുടെ നേതാക്കന്മാർ, ആലിമീങ്ങൾ, മഹല്ലുകൾ തീരുമാനമെടുക്കണ്ടേ? അത്തരം സംവിധാനങ്ങളെ ബഹിഷ്കരിക്കണമെന്ന് പറഞ്ഞു. എന്തേ ഇത് നടക്കാത്തത് എന്നൊക്കെ പറഞ്ഞു മഹാനവറുകൾ വലിയ വേദന പങ്കുവെക്കുകയുണ്ടായി. ഞാൻ ആലോചിച്ചു പോവാണ്, തങ്ങളവറുകളോട് സംസാരിക്കുമ്പോഴൊക്കെയും മഹാനവറുകളുടെ വിഷയം ഈ ഉമ്മത്തിന്റെ വിഷയമാണ്, സമൂഹത്തിന്റെ വിഷയമാണ് തങ്ങൾ പറയുള്ളൂ. അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇത് അഡ്യാർ കണ്ണൂരിൽ അവിടെ നടന്നതല്ല സ്പീച്ച്, ഈ ഒരു സിംസാറിലൊക്കെ ഉദ്യോഗസ്ഥതിൻ്റെത് മുമ്പെങ്ങോ എവിടെയോ പറഞ്ഞു വെച്ച ചില കാര്യങ്ങളാണ് കുമ്പോൾ തങ്ങളെ അവരുകളെ കുറിച്ച്. ഓക്കെ, ഇൻഷാ അല്ലാ. ഇതായിട്ടും വളരെ നല്ലൊരു എക്സ്പീരിയൻസും നല്ലൊരു അനുഭവവും കൂടിയായിരുന്നു അന്നത്തെ ആ ഒരു ദിവസം. എനിക്ക് ഡിസംബർ 28-ാം തീയതി മറക്കാൻ പറ്റാത്ത ഒരു ദിവസമായിരുന്നു എനിക്ക്. ഇൻഷാ അല്ലാ. ഇതായിട്ടും എല്ലാവരും തങ്ങളവരുടെ ആഫിയത്തിനും ആരോഗ്യത്തിനും വേണ്ടിയിട്ട് എല്ലാവരും ദുആ ചെയ്യുക. ഇൻഷാ അല്ലാ. ഫെബ്രുവരി 100ാം വാർഷികം നടക്കുന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇൻഷാ അല്ലാ. എല്ലാവരുടെ നോട്ടവും അത് തന്നെയാണ്. ഇൻഷാ അല്ലാ. എല്ലാവരും ഇവിടേക്ക് എത്തിച്ചേരും എന്ന് വിശ്വസിക്കുകയാണ്. വിശ്വസിക്കുകയല്ല, എല്ലാവരും വരും, ഉറപ്പാണ് എനിക്ക്. ഇൻഷാ അല്ലാ. ഏതായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല നിറായ വഴിയിലൂടെ സഞ്ചരിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. കുറച്ച് സൗണ്ടിൻ്റെ ഒക്കെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാ എല്ലാവരും ദുആ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.